തേവലക്കരയിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. പിന്നീട് സംസ്ഥാനത്തെ പല സ്കൂളുകളിലേക്കും പല പ്രദേശങ്ങളിലേക്കും പോകും. തേവലക്കരയിൽ സ്കൂളിൽ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ചതിൽ നാടെങ്ങും പ്രതിഷേധം ശക്തമാണ്. ABVPയുടെ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ സംഘർഷത്തിൽ കലാശിക്കുകയായിരുന്നു. തേവലക്കരയിലും പാലക്കാടും പ്രതിഷേധമുണ്ടായി. മിഥുന്റെ സംസ്കാരം നാളെ വൈകുന്നേരം 5 മണിക്ക് നടക്കും. അമ്മ സുജ രാവിലെ 8:30 നെടുമ്പാശ്ശേരിയിലെത്തും. മിഥുന്റെ മൃതദേഹം രാവിലെ 10 മണി മുതൽ സ്കൂളിൽ പൊതുദർശനത്തിന് വയ്ക്കും. 12 മണിക്ക് ശേഷം വിലാപയാത്രയായി വീട്ടിലേക്ക് എത്തിക്കും. മിഥുന്റെ മരണത്തിൽ പ്രധാന അധ്യാപികയെ സസ്പെൻഡ് ചെയ്യുമെന്ന് മന്ത്രി V ശിവൻകുട്ടി അറിയിച്ചു. മാനേജ്മെന്റിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകും. മിഥുന്റെ കുടുംബത്തിന് സർക്കാർ 3 ലക്ഷം രൂപ സഹായം നൽകും. അനുജന്റെ പഠന ചെലവ് സർക്കാർ ഏറ്റെടുക്കും. വിശദാംശങ്ങളുമായി റഹീസ് റഷീദ് തേവലക്കരയിൽ നിന്നും ചേരുകയാണ്. റഹീസ്, ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ കണ്ണീര് വറ്റിയിട്ടില്ല നാടിന്. കേരളം ഒന്നാകെ വിറങ്ങലിച്ചാണ് നമ്മൾ ഇന്നലെ ആ വാർത്ത കേട്ടത്. അതിന്റെ അലയൊലികൾ പ്രതിഷേധങ്ങളായി ഇപ്പോഴും ഈ നാട്ടിൽ തുടരുകയാണ്. എന്തൊക്കെ തീരുമാനങ്ങളാണ് സർക്കാർ ഇതുവരെ ഈ സംഭവത്തിൽ എടുത്തിട്ടുള്ളത്? നടപടികൾ അതെങ്ങനെയൊക്കെയായിരിക്കും? പ്രത്യേകിച്ച് KSEBയ്ക്കും സ്കൂൾ അധികൃതർക്കും ഗുരുതരമായ വീഴ്ചകൾ ഈ സംഭവത്തിൽ ഉണ്ടെന്നിരിക്കെ ഈ പ്രതിഷേധങ്ങളെല്ലാം നടക്കുന്ന സാഹചര്യത്തിൽ കൃത്യമായ നടപടികളിലേക്ക് സർക്കാർ എന്തായാലും കടക്കണം. അതെന്തൊക്കെയാണ്? കുടുംബത്തിന് ഏതൊക്കെ രീതിയിൽ സർക്കാരിന് സഹായിക്കാൻ പറ്റും? കുഞ്ഞിന്റെ അമ്മ നാളെ എപ്പോഴെത്തും? സംസ്കാര ചടങ്ങുകൾ എങ്ങനെയായിരിക്കും? റോഷ്നി തുടക്കത്തിൽ പറഞ്ഞ സമാന സാഹചര്യമാണ് തേവലക്കരയിലെ മിഥുൻ്റെ വീട്ടിൽ കാണുന്നത്. ഇന്നലെ വൈകുന്നേരം തുടങ്ങിയ മിഥുവിൻ്റെ അച്ഛൻ മനുവിൻ്റെ അമ്മയുടെ കരച്ചിൽ ഇപ്പോഴും തോർന്നിട്ടില്ല. ഓരോ ആളുകൾ അവരുടെ വീട് സന്ദർശിക്കാൻ വരുന്ന സമയത്തും അല്ലാത്ത സമയത്തും അലമുറയിട്ട് കരയുന്ന ഒരു വീട്ടുകാരെയാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. സിസ്റ്റത്തിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞ് ആർക്കും ഒഴിയാനും പറ്റില്ല. മിഥുൻ്റെ സംസ്കാരം നാളെ വൈകിട്ട് 5 മണിക്ക് നടത്താനാണ് മാതാപിതാക്കൾ തീരുമാനിച്ചിരിക്കുന്നത്. 5 മണിക്ക് നമ്മൾ ഈ നിൽക്കുന്ന തേവലക്കരയിലെ വീട്ടിൽ വെച്ച് തന്നെയായിരിക്കും സംസ്കാരം നടക്കുക. മിഥുൻ്റെ അമ്മ നിലവിൽ തുർക്കിയിലാണുള്ളത്. ഇന്ന് വൈകിട്ട് 6 മണിക്ക് ഇസ്താംബൂൾ വിമാനത്താവളത്തിൽ നിന്ന് കുവൈറ്റിലേക്ക് അവർ വരും. 9:30 കുവൈറ്റിലെത്തുന്നത്. നാളെ പുലർച്ചെ 1:30 കുവൈറ്റിൽ നിന്ന് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് വരും. 8:50 ഫ്ലൈറ്റ് ടൈം ഉള്ളത്. ഏതാണ്ട് 9:30 വിമാനത്താവളത്തിൻ്റെ പുറത്തേക്ക് അവർക്ക് ഇറങ്ങും എന്നാണ് കരുതുന്നത്. ഏതാണ്ട് പോലീസ് എസ്കോർട്ടിൽ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനാണ് തീരുമാനമെന്ന് കോവൂർ കുഞ്ഞിമോൻ MLA കുറച്ചു മുമ്പ് പറഞ്ഞിരുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു 3:30 മണിക്കൂർ എടുത്തിട്ട് ഇവിടെ എത്താൻ കഴിയും. 10 മണിക്ക് ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിലുള്ള അവിടെ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം പുറത്തെടുത്ത് മിഥുൻ പഠിച്ച സ്കൂളിലേക്ക് കൊണ്ടുവരും. 12 വരെ സ്കൂളിൽ പൊതുദർശനം വെക്കുക എന്നതാണ് തീരുമാനം. സ്വാഭാവികമായും ആളുകൾ വരുന്നതനുസരിച്ച് അതിൽ മാറ്റമുണ്ടാകും. അതിനുശേഷം സ്കൂളിൽ നിന്ന് വിലാപയാത്രയായിട്ടായിരിക്കും ഇങ്ങോട്ടേക്ക് ഈ വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുവരിക. പിന്നീട് 5 മണി വരെ ഇവിടെ വരുന്ന ആളുകൾക്ക് മിഥുനെ ഒരു നോക്ക് കാണുന്നതിനുള്ള സൗകര്യമാണ് ഒരുക്കിയിരിക്കുന്നത്. വിദ്യാഭ്യാസ വകുപ്പ് ഇക്കാര്യത്തിൽ എടുത്ത നടപടി മിഥുൻ്റെ അനിയൻ്റെ 12ാം ക്ലാസ് വരെയുള്ള പഠന ചിലവ് സർക്കാർ ഏറ്റെടുത്തിരിക്കുന്നു. ഒപ്പം 3 ലക്ഷം രൂപ നൽകാനുള്ള തീരുമാനം സംസ്ഥാന സർക്കാർ എടുത്തിട്ടുണ്ട്. അതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം മന്ത്രി പ്രഖ്യാപിച്ചതാണ് സ്കൗട്ട് ആൻഡ് ഗൈഡ്സിൻ്റെ ഫണ്ടിൽ നിന്ന് മിഥുന് വീട് വെച്ച് കൊടുക്കാം എന്നുള്ളൊരു തീരുമാനവും കഴിഞ്ഞ ദിവസം എടുത്തതാണ്. അപ്പം അത്തരം കാര്യങ്ങളുണ്ട്. പിന്നെ അധ്യാപക സംഘടനകളും മറ്റും നൽകിയ ഓരോ സഹായ വാഗ്ദാനങ്ങളുണ്ട്. അധ്യാപകർക്ക് ഈ സ്കൂളിലെ പ്രധാന അധ്യാപികയെ സസ്പെൻഡ് ചെയ്യാനുള്ള ഒരു തീരുമാനം സർക്കാർ എടുത്തിട്ടുണ്ട്. പ്രദേശത്തെ KSEB ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നാണ് വൈദ്യുതി മന്ത്രി K കൃഷ്ണൻകുട്ടി പറയുന്നതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്ക് ഇവൻ്റെ മിഥുൻ്റെ വീട്ടിലേക്ക് പോയാൽ നമ്മൾ രാവിലെ ഒരു തവണ കാണിച്ചതാണ്. അവിടുത്തെ വീടിൻ്റെ ചുവരുകളിൽ അവൻ വരച്ച ചിത്രങ്ങൾ. ഒരു ചെറിയ കൊച്ചു വീട്, ഒരു വീടെന്ന് പോലും പറയാൻ പറ്റാത്ത ഒരു സ്ഥലം. അതിൻ്റെ പുറത്ത് നമ്മൾ ഈ സൂം ചെയ്യുന്ന സ്ഥലത്ത് കാണാം ഒരു കൊച്ചു വീട്. അവിടെ ഇരിക്കുന്ന ആ കുട്ടിയുടെ സമീപത്ത് കണ്ട ഒരു കൊച്ചു വീട്. അവൻ്റെ മനസ്സിലുള്ള അവൻ്റെ ഒരു വീടാണ്. ആ വീടിന് പോലും വലിയ വലിപ്പമില്ല. ഒരു കുഞ്ഞു വീട്, ഒരു കുഞ്ഞു മരം. അതിനപ്പുറത്ത് അവൻ അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ പേര് അവിടെ എഴുതി വച്ചിട്ടുണ്ട്. ഏറ്റവും മേളിൽ
നമുക്ക് നോക്കിയാൽ കാണാം. മനു എന്ന് പറയുന്ന അച്ഛൻ്റെ പേരാണ് ഏറ്റവും ആദ്യം എഴുതി വെച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞൊരു ലവ് ചിഹ്നമാണ്. ലവ് ചിഹ്നം കഴിഞ്ഞ് സുജ അമ്മയുടെ പേര് എഴുതി വെച്ചിരിക്കുന്നു. പിന്നീട് സുജിൻ ഇവൻ്റെ അനിയനാണ്. അതിനുശേഷം ഒരു ലവ് ചിഹ്നമിട്ട് മിഥുൻ എന്ന് പറഞ്ഞ് എഴുതി വെച്ചിരിക്കുന്ന അവിടെ ഒരു ബർത്ത്ഡേ ഫംഗ്ഷൻ നടന്നിട്ടുണ്ട് എന്ന് കരുതി ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതിയിട്ടുണ്ട്. ബാക്കി പേര് നമുക്ക് അവിടെ കാണില്ല. അങ്ങനെ ചെറിയ ഇവിടുത്തെ പുറത്തെ ഇവിടെ ചെറിയൊരു കാറിൻ്റെ ചിത്രവും ഒക്കെ വരച്ചു വെച്ച് ആ തരത്തിൽ അവൻ്റെ സ്വപ്നത്തിലുള്ള വീട് പോലും ഒരു കൊച്ചു വീടായിരുന്നു. അങ്ങനെയുള്ള ഒരു വിദ്യാർത്ഥിയാണ് ഈ നിലയിൽ നമ്മുടെ സിസ്റ്റത്തിൻ്റെ പരാജയം കാരണം. തീർച്ചയായും അതിനെക്കുറിച്ചാണ് നമ്മളിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതും. റഹീസ് റഷീദാണ് മിഥുന്റെ വീട്ടിൽ നിന്ന് തത്സമയ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം മന്ത്രിമാരടക്കം ആ വീട്ടിലേക്ക് എത്തും. അപ്പോൾ നമുക്ക് ആ വീട്ടിലേക്ക് തിരികെ എത്തേണ്ടതുണ്ട്. റഹീസ് അവസാനം കാണിച്ചു തന്ന ആ ദൃശ്യങ്ങൾ, ആ ചുമരിൽ ആ കുഞ്ഞിൻ്റെ കൈപ്പടയിൽ വരച്ചു വെച്ചിരിക്കുന്ന വാക്കുകളും വരയും, അതൊക്കെ എത്രത്തോളം ദുഃഖത്തിലേക്കാണ് ഇനി ആ കുടുംബത്തിനെ കൊണ്ടുപോവുക എന്നുള്ളതാണ്. ഈ ഒരു വിഷമത്തെയും അവർക്ക് അതിജീവിച്ചേ പറ്റൂ. അപ്പോൾ മന്ത്രിമാരൊക്കെ വരട്ടെ. സ്കൂളിലേക്കടക്കം മന്ത്രി ശിവൻകുട്ടി എത്തുന്നതാണ്. പ്രതിഷേധവും ആ സമയത്ത് ഉണ്ടാകുമെന്നൊക്കെ പ്രതിഷേധിക്കുന്നതാണ്. ഇതേ കാഴ്ചകളിലേക്ക് നമുക്ക് എത്താം. ഇപ്പോൾ മന്ത്രി എത്തി എന്നുള്ള വിവരവും നമുക്ക് ലഭിക്കുന്നുണ്ട്.